കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നികേഷ് പറയും ഇന്നിങ്ങനെ രണ്ടുപേരും വഴക്കിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി പോവാൻ അതൊരു കാരണമായിട്ടെങ്കിൽ രണ്ടുപേരെ ഞാൻ ചവിട്ടി പുറത്താക്കുമെന്ന് പറയും. അപ്പോൾ ഓടച്ചക്ക അവിടെ നിന്ന് നീ വെല്ലാണ്ടാ വെള്ളടാ എന്നൊക്കെ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുധീഷും പറയും അതന്നെ നീയേ നമ്മളെ വീടേ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു, പെട്ടെന്ന് സുപ്രഭാതത്തിന് നന്നാവാനൊന്നും പറ്റുന്നില്ല, നന്നാക്കാനും നോക്കണ്ടെന്ന് പറയും. അപ്പോൾ ഏട്ടത്തി ഇവിടെ നിൽക്കണ്ടെന്നാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പെട്ടെന്നൊന്ന് പരുങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നിധി എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നിധി വാ നിധി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് കുശലം ചോദിക്കും. നിധി ഒന്നും മിണ്ടില്ല. അപ്പം നികേഷ് നമ്മുടെ സുധീഷും എന്തോ ചോദിക്കുന്നുണ്ട്, പക്ഷേ സുധീഷിനോട് മറുപടി പറയില്ല. നിധി വേഗം ബാത്റൂമിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സുധീഷ് ചിരിക്കുന്ന എന്നോട് മാത്രമല്ല നിന്നോട് മിണ്ടിയില്ലല്ലേ എന്ന് പറഞ്ഞ് സന്തോഷമായി എന്ന് പറയും. അയ്യേ ഇയാൾ എന്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞ് സുധീഷ് നമ്മുടെ ഹരീഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് പോവാണ്ട് ചുമച്ചിങ്ങനെ ബാത്റൂമിൽ പോയ ആൾ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങനെ വരുന്നു. എന്താണ് മോളെ എന്ന് ചോദിക്കും. ചുമച്ച് വരുന്നു. അതെ അച്ഛൻ ബാത്റൂം, അയ്യോ അച്ഛൻ ബാത്റൂമിൽ പോയത് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ മറന്നു, സിഗരറ്റിൻ്റെ മണ്ണുണ്ടാവും പോകാരെന്ന് പറയും. അങ്ങനെ നിധി സോറി മോളെ എന്നൊക്കെ പറയലും കൂടി നിധി ഒന്നും മിണ്ടാണ്ട് നേരകത്തേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ഭാസ്കരൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കായിരിക്കുള്ളൂ. അപ്പോൾ സുധീഷ് വന്നു കഴിഞ്ഞിട്ട് ഭാസ്കരനെ കുറേ വഴക്ക് പറയുന്നു. നിങ്ങൾക്ക് ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കാണ്ടിരുന്നൂടെ, വീഡിയോ വലിക്കാണ്ടിരുന്നൂടെ, മറ്റുള്ളവർക്ക് പോകേണ്ടതല്ലേ, നിധി ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വന്ന് പോകാണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഞങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള വരുന്നതെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇവിടെ നിന്നെ പിച്ച വയ്ക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഇനി നീ എന്നെ ബാത്റൂമിൽ പോകാൻ നീ പഠിപ്പിക്കടാന്ന് പറയും. പഠിപ്പിക്കേണ്ടി വന്നാൽ പഠിപ്പിക്കണം, ഇനി മേലിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നിധി പെട്ടെന്ന് കൊണ്ട് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കും. എപ്പോൾ നോക്കിയാലും ഈ വീട്ടിൽ വഴക്കണല്ല, നിങ്ങൾക്ക് വഴക്കൂടാണ്ടിരിക്കാനൊരു പറ്റണില്ലല്ലേ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷും നികേഷൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വഴക്കോ ഒച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയും. അത് കേട്ടപ്പോൾ എന്നിട്ട് ഭാസ്കരനെ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ ഭാസ്കരൻ ഇനി എൻ്റെ അടുത്തേക്കാണോ മെക്കെട്ട് കയറാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഭാസ്കരൻ വേഗം സ്ഥലം വിടും. സുധീഷും സ്ഥലം വിടും. അപ്പോൾ നികേഷും സുഭാഷും നിധിയും മാത്രമാവും. അപ്പോൾ നികേഷ് ഇങ്ങനെ നിധീനെ നോക്കിക്കണേ, എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കണേ, ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടാണോന്ന് ചോദിക്കും. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാടാ, അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീ വിഷമിക്കണ്ടാട്ടാ, ഞാനൊന്നും പോകണില്ല എന്ന് പറയും. അത് കേട്ടപ്പോൾ നികേഷ് പറയും തമാശയ്ക്കാണെങ്കിൽ അങ്ങനെ പറയരുത് ഏട്ടത്തി, എനിക്ക് വിഷമാവും എന്ന് പറയും. ഇല്ലടാ ഞാൻ അങ്ങനെ പോകുന്നില്ല, ഞാൻ അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ സുഭാഷ് അത് കേട്ടിങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുഭാഷിൻ്റെ പണി സൈറ്റാണ്. ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ബയ്യെ വിളിച്ച് പറയുന്നുണ്ട് സുഭാഷ് എന്നാ ഫോൺ എന്ന് പറയും. ആരും നോക്കടാന്ന് പറയുമ്പോൾ കവിത എന്ന് പറയും. എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുമെന്ന് പറയും. അപ്പോഴത്തേനും കട്ടായി എന്ന് പറയും. രണ്ടാമതും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. അണ്ണാ കവിത തന്നെയാണെന്ന് പറയും. എന്നാൽ അങ്ങോട്ട് എറിയെന്ന് പറയും. അങ്ങനെ ഫോൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ സുഭാഷ് പണി തിരക്കിലാണോ എന്ന് ചോദിക്കും. അതെ, അന്ന് വിളിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ്, ഒന്ന് കാണാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെന്താ എവിടേക്ക് വരണ്ടേ എന്ന് പറയും. ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം, അതനുസരിച്ച് അങ്ങോട്ട് വരുമോ, കുറച്ച് സംസാരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ ആന്ന് പറയും ഉച്ചയ്ക്ക് വന്നാൽ മതിയോ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ പണിസ്ഥലത്ത് നിന്ന് പറയും ഉച്ചയ്ക്ക് വന്നാൽ മതി എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്ന കവിത. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ അതേ വേഷത്തിൽ തന്നെയാണ് വരുന്നത്, വേറെ ഡ്രസ്സൊന്നും അറിയില്ല. അപ്പോൾ സുഭാഷിനെ കണ്ടപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കവിത. അപ്പോൾ പറയും സോറി ട്ടാ, വീട്ടിൽ പോയി ഡ്രസ്സ് മാറാൻ നേരം കിട്ടിയില്ല, അത് സാരില്ല എന്ന് പറയും. എന്നിട്ട് പറയണ്ടേ ജ്യൂസ് വല്ലതും പറയട്ടെ എന്ന് പറയും. അങ്ങനെ 2 ജ്യൂസൊക്കെ പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ടുപേരും സംസാരിക്കുന്ന അനിയന്മാർക്ക് സുഖമല്ലേ, അപ്പം അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെയൊന്നും ആരും അങ്ങനെ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടിട്ട് അധികം നാളായിട്ടില്ലല്ലോ എന്ന് പറയും. പിന്നീട് തന്നെ സുഭാഷ് ഇങ്ങനെ ആലോചിക്കുന്നു, കവിതയുടെ അച്ഛൻ കാര്യങ്ങൾ പറയുന്നതും വേറെ വീടെടുത്ത് താമസം മാറണം, ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ഈ ബന്ധം വേണ്ടാന്ന് വെച്ചതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ രണ്ടാമത് ആലോചന വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ ആലോചിച്ച് മാത്രമല്ല സുഭാഷ് ചോദിക്കുന്നുണ്ട് വീണ്ടും എന്തേ ഈ ഒരു ആലോചനയുമായി മുന്നോട്ട് വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അതിനുശേഷം 3-4 ആലോചനകൾ വന്നു, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സുഭാഷിൻ്റെ ആയപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് ഞാൻ ഓക്കെ എന്ന് എനിക്ക് തോന്നി എന്ന് പറയും. പിന്നെ ഞങ്ങളുടെ കണ്ടീഷനും എന്തായാലും സുഭാഷും വീട്ടുകാരും അംഗീകരിച്ചല്ലോ, അത് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോഴും സുഭാഷിനൊന്നും മനസ്സിലാവില്ല. എപ്പോഴാണ് വീട് നോക്കാൻ പോണേന്ന് ചോദിക്കും. വീട് നോക്കാൻ എവിടെയോ, നമുക്ക് താമസിക്കാനുള്ള വീടേ, ഞങ്ങളെ വീട് ചെറുതായിരുന്നല്ലേ, അതെ പെട്ടെന്ന് വീട് നോക്കാൻ പറ്റില്ല, കാരണം ഹരീഷിൻ്റെ വർക്ക്ഷോപ്പും അതുപോലെ തന്നെ നികേഷിൻ്റെ കോളേജും അടുത്തല്ലേ, സുധീഷിനാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ വീട്ടിൽ സ്ഥലമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് അവരൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാറുന്ന കാര്യമല്ലേ എന്ന് പറയുന്നത്.
നമുക്ക് 2 വീടിൻ്റെ അടുത്തായിട്ട് എടുക്കാം. അപ്പോൾ 2 വീട്ടിലേക്ക് പോക്ക് വരവൊക്കെ എളുപ്പമായല്ലോ എന്ന് പറയും. മനസ്സിലായില്ല എന്ന് പറയും നമ്മൾ വേറെ കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കാനായിട്ടേ അനിയന്മാർ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല, നമ്മൾ വേറെ മാറി താമസിക്കണം. എൻ്റെ അനിയന്മാരെ വിട്ട് ഞാൻ പോകണോ? കുട്ടിയോട് ആരോ ഇതൊക്കെ പറഞ്ഞതെന്ന് പറയും. അനിയന്മാർ പറഞ്ഞല്ലോ, സുഭാഷിനോട് അവർ സംസാരിച്ചില്ലേ? അയ്യോ, അതൊക്കെ ഉണ്ടായി എന്ന് പറയും. അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ കല്യാണം മുന്നോട്ട് പോയെന്ന് പറയും. അങ്ങനെയാണല്ലേ എന്ന് പറയും. എന്തായാലും കുട്ടി എൻ്റെ അനിയന്മാരെ വിട്ടിട്ട് ആ വീട് വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞായിട്ട് സുഭാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നീട് സുഭാഷിൻ്റെ വീട്ടിൽ സുധീഷും നികേഷൊക്കെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലവും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. സ്വർണ്ണം എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷ് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ വരുന്നറിയും. അങ്ങനെ സുഭാഷ് വന്നിരിക്കേട്ടാന്ന് പറയും. അങ്ങനെ സുഭാഷിന് കസേര ഇട്ട് കൊടുക്കും. എന്തായി എന്നറിയും. ഞങ്ങൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കണേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പറയും. ആണോ? ആ, നല്ല കാര്യം എന്നൊക്കെ പറയും. എന്നിട്ട് നികേഷിനോട് ചോദിക്കും, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്നുണ്ടോ നിങ്ങൾ ആഗ്രഹം എന്ന് ചോദിക്കും. എന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് മതിയായോ എന്നൊക്കെ ചോദിക്കും. എന്തായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ആരോട് ചോദിച്ചിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചത്? നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അതെൻ്റെ അനിയന്മാരെന്നുള്ളക്ക് സമ്മതിച്ച്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എനിക്കൊരു വിവാഹം വേണ്ട. കവിത പറഞ്ഞപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞാൻ എപ്പോഴേ ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, എനിക്ക് സംശയം ഉണ്ടായിരുന്നു അന്ന് അവർ വേണ്ടാന്ന് വെച്ചാൽ വിവാഹം, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നേന്ന് ആലോചിച്ചിട്ട്. ഇതെന്താ, എൻ്റെ സന്തോഷം നിങ്ങൾക്കറിയോ? എൻ്റെ സന്തോഷം നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നു, നിങ്ങളായിട്ട് സന്തോഷത്തോടെ കഴിച്ച് കിടന്നുറങ്ങണതാണ് എൻ്റെ സന്തോഷം. നിങ്ങൾക്ക് പോവാം, നിങ്ങളുടെ വിവാഹമൊക്കെ എല്ലാവരെയും കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിങ്ങൾക്ക് പോവാം. പക്ഷേ സുഭാഷിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ നിങ്ങൾ നോക്കണ്ട. അതുകൊണ്ട് ഞാൻ മുഖത്ത് നോക്കി പറയുന്നു, ഈ വിവാഹം ഇനി നടക്കില്ല എന്ന് തീർത്ത് പറയുന്നത്. അപ്പോൾ അവരങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് പ്രൊമോയിലാണെങ്കിൽ നമ്മുടെ നിധിനെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അടുത്ത ആഴ്ച വന്നോളൂ, സർട്ടിഫിക്കറ്റ് റെഡി എന്ന് പറഞ്ഞപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷം. സത്യം എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും, അതെ സത്യം എന്ന് പറയും.